ഹായ് ഫ്രണ്ട്സ്, ബ്രെഡ് കൊണ്ടുള്ള ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്ത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 8 ബ്രെഡാണ് കേട്ടോ ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര വരെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ലൊരു കളറ് കിട്ടും. ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്ത് ഇതുപോലെ മുക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. ബ്രെഡ് മുക്കി എടുക്കുമ്പോൾ വേഗത്തിൽ തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്നതാണ് കേട്ടോ. എല്ലാ ബ്രെഡും 2 സൈഡും ഇതുപോലെ ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. കുട്ടികൾക്ക് ഈവനിങ്ങിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്കൊരു 4 ബ്രെഡൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ 1 മുട്ട എടുത്താലും മതിയാവും കേട്ടോ. അതുപോലെ പാലും പകുതി അളവിലെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലും ഗീയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം ബ്രെഡ് ഓരോന്നായി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം അടുത്ത ഭാഗവും മറിച്ചിട്ട് ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ള ബ്രെഡുകൾ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് ഭാഗവും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും പാനിലേക്ക് എണ്ണ ഒഴിച്ച് വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.